ഹലോ, വെൽക്കം ടു അറുകി സ്റ്റോറീസ്. ചെറിയൊരു കറക്കം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേക്കും ഡെക്കറേഷൻ പരിപാടികളൊക്കെ അമ്മായിയുടെ അനിയന്മാർ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം കുളിച്ച് റെഡിയായി ആനിവേഴ്സറി സെലിബ്രേഷൻ തുടങ്ങി. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ചു. മുൻപ് പരിചയമില്ല എന്നുള്ളൊരു വിഷയമോ അല്ലെങ്കിൽ ഭാഷ അറിയില്ല എന്നുള്ളൊരു പ്രശ്നമോ നമുക്ക് വരെ കൂടെ ഇപ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നാട്ടിലേക്ക് വരുന്ന ദിവസമായി. അമ്മായി ദാവൻഗൂർ ഒരു ഫ്ലവർ മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൂടെ കണ്ടിട്ട് ഇനി നാട്ടിൽ പോവാ എന്നായി. കൂടെ കുറച്ച് അമ്പലങ്ങളും കൂടെ വിസിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. രാവിലെ ഒരു 6:30 ഇറങ്ങിയതുകൊണ്ട് തന്നെ കടകളൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല. അധികം ആളുകളും ഉണ്ടായിരുന്നില്ല. ദാവൻഗൂർ ടൗണിനടുത്തായിട്ട് ഒരു ഗവൺമെന്റ് കല്യാണ മണ്ഡപം ഉണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിലായിട്ട് ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഫ്ലവർ മാർക്കറ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ കല്യാണ മണ്ഡപം ഗവൺമെന്റ് ഫ്രീ ആയിട്ട് അവരുടെ കല്യാണത്തിന് അന്ന് ഉപയോഗിക്കാൻ കൊടുക്കുന്ന പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ നേരെ ഫ്ലവർ മാർക്കറ്റിനുള്ളിലേക്ക് കയറി. കുറച്ച് വൈകിപ്പോയെന്ന് തോന്നി. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഇവിടെ കാണാമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു ഫ്ലവർ മാർക്കറ്റ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും ശ്രദ്ധിക്കാതെ ഞാൻ ഫ്ലവർ മാർക്കറ്റ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിലായിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ദാവനഗർ ഫ്ലവർ മാർക്കറ്റിലാണ്. അപ്പോൾ ഇന്ന് ആനിവേഴ്സറി ആയിട്ട് കുറച്ച് അമ്പലയാത്രകളൊക്കെ ഉണ്ട്. അപ്പം അതിന് കുറച്ച് പൂവൊക്കെ വാങ്ങാനായിട്ടും പിന്നെ കുറച്ച് വീഡിയോസ് എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. എങ്ങനെയുണ്ട് ഫ്ലവർ മാർക്കറ്റ്? അടിപൊളിയാണ്, കൊള്ളാം. 2 ദിവസമായിട്ട് വലിയ ഉറക്കമില്ലാത്തതിൻ്റെയും അലച്ചിലിൻ്റെ ഒക്കെ ക്ഷീണം നല്ലോണം മുഖത്തുണ്ടായിരുന്നു. മുഖത്ത് മാത്രമല്ല ശരീരത്തിനുമുണ്ട്. പക്ഷെ നമ്മളൊരു നാട്ടിൽ വരുന്ന സമയത്ത് അവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ എന്തായാലും കാണണമല്ലോ. ഇതാണ് ഫ്ലവർ മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ. ഈ ഒരു കാഴ്ച കാണണമെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ വന്നാൽ തന്നെ നടക്കുള്ളൂ കേട്ടോ. കാരണം ഈ ബാക്കിൽ കാണുന്ന കടകളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവരിവിടെ ഉണ്ടാവില്ല. പിന്നെ തുളസിമാലയും കൂവളമാലയും അങ്ങനെ അമ്പലങ്ങളിലേക്ക് വേണ്ട മാലകളും ഇവിടെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള കല്യാണമാലകളല്ലേ. എനിക്കിതിൽ 2-3 റോസ് വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവരങ്ങനെ ഒരുമിച്ചൊരു കെട്ടായിട്ടേ തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അവിടുന്ന് മെല്ലെ ഇറങ്ങി ഒരു കാപ്പി കുടിക്കാൻ പോയി. രാവിലെ എണ്ണീറ്റ് കുളിച്ച് അങ്ങനെ വന്നുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. തൽക്കാലം ഒരു കാപ്പിയും കുടിച്ച് കുറച്ചു നേരം കൂടെ അവിടെ വട്ടം തിരിഞ്ഞെന്ന് നേരെ അമ്പലത്തിലേക്ക് പോയി. നമ്മൾ ആദ്യം പോയ അമ്പലം വരുന്നത് ഒരു പുഴയുടെ തീരത്താണ്. കർണാടകയിലെ തുംഗഭദ്ര നദിയുടെ തീരത്താണ് ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു അയ്യപ്പ ക്ഷേത്രമാണ്. നമ്മളൊരു കർണാടക സ്റ്റൈലിലുള്ള അമ്പലമാണ് അവിടെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊരു കേരള സ്റ്റൈലിലുള്ള കേരളത്തിലേക്ക് കാണുന്ന ഒരു അമ്പലം പോലത്തെ ഒരു അമ്പലമാണ്. അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോഴാണ് ഇവിടെ മലയാളികളാണ്, നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പ്രതിഷ്ഠ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. കുറച്ചു കാലം മുന്നേ വരെ അവിടെ പൂജ കഴിക്കാനായിട്ടും മലയാളികൾ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് പൂജ ചെയ്യുന്നത്. ഉള്ളിലോട്ടൊക്കെ കയറിയപ്പോൾ ഒരു പക്ക കേരളത്തിലുള്ളൊരു അമ്പലം കണ്ട ഫീലായിരുന്നു ഞങ്ങൾക്ക്. അയ്യപ്പൻ അമ്പലമാണല്ലോ, സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. കേരളത്തിലുള്ള പോലെ തന്നെയുള്ള ചടങ്ങുകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് അമ്മാവനൊക്കെ സ്ഥിരമായിട്ട് പോകാവുന്ന കുറേ അമ്പലങ്ങളിലെ കഥകൾ നമ്മളോട് പറയുന്നത്. അപ്പോൾ അതൊക്കെ കാണുന്നത് ഞങ്ങൾക്ക് നല്ല കൊതിയായി. അടുത്തതായിട്ട് തുംഗഭദ്ര റിവറിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു അമ്പലത്തിൽ കൂടി ഞങ്ങൾ പോയി. ഈ അമ്പലത്തിൻ്റെ പേര് ഗുരു രാഘവേന്ദ്ര സ്വാമി മഠ എന്നാണ്. ഹിന്ദു പാരമ്പര്യമനുസരിച്ചിട്ട് ശംഖുകർണൻ അസുര രാജാവായ ഹിരണ്യകശിപുവിൻ്റെ മകനായിട്ട് പ്രഹ്ലാദനായിട്ട് ലോകത്ത് ജനിക്കാൻ ശപിക്കപ്പെട്ടു. ഈ പ്രഹ്ലാദൻ്റെ മഹാവിഷ്ണുവിനോടുള്ള ഭജനവും അത് അച്ഛനായ ഹിരണ്യകശിപുവിനുള്ള കരിയുമൊക്കെ നമ്മൾ നരസിംഹ അവതാരത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ കേട്ടുള്ള കഥകളാണ്. നരസിംഹമായി അവതരിച്ച മഹാവിഷ്ണു ഈ പറയുന്ന പ്രഹ്ലാദന് അടുത്ത ജന്മത്തിൽ നല്ലൊരു മഹാവിഷ്ണു ഭക്തനായിട്ട് ജനിക്കാനുള്ള ഒരു അനുഗ്രഹം കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് അടുത്ത ജന്മത്തിലെ പ്രഹ്ലാദൻ വെങ്കടഭട്ടൻ എന്ന പേരിൽ പുനർജനിക്കുകയുണ്ടായത്. പിന്നീട് വെങ്കടഭട്ടൻ സന്യാസം സ്വീകരിച്ചപ്പോഴാണ് ശ്രീ ഗുരു രാഘവേന്ദ്രൻ എന്ന പേരിൽ നാമകരണം ചെയ്യപ്പെട്ടത്. ഈ ഗുരു രാഘവേന്ദ്ര സ്വാമിയുടെ സമാധി സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ട അമ്പലം. അദ്ദേഹത്തിൻ്റെ ആ ഒരു അമ്പലത്തിൻ്റെ പുറകിൽ തന്നെയായിട്ടാണ് നമ്മളെ തുംഗഭദ്ര നദി ഒഴുകുന്നത്. അവിടെയും കാണാൻ നല്ല രസമാണ്. വലിയൊരു ശിവ പ്രതിമയൊക്കെ അവിടെയുണ്ട്. തുംഗഭദ്ര റിവറിൻ്റെ സൈഡിൽ കൂടെ ഞങ്ങൾ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നമ്മളെ വെഡിങ് ആനിവേഴ്സറി കപ്പിൾസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുള്ള കാഴ്ചകളായിരുന്നു. കുറേ തന്നെ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട പുണ്യനദിയാണ് തുംഗഭദ്ര എന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിലും കർണാടകയിലെ ഒരു ഭാഗത്തു കൂടിയാണ് ഈ ഒരു നദി ഒഴുകുന്നത്. കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ഈ നദി എന്ന് പറയുന്നത്. നമ്മുടെ രാമായണത്തിൽ പമ്പ എന്ന് വിശേഷിപ്പിക്കുന്നതും ഈ ഒരു നദീനെയാണ്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഹരിഹര ടെമ്പിൾ കാണാനും പോയി.
ഒരൊറ്റ ബിംബത്തിൽ ശിവനും വിഷ്ണുവും, അതായത് ഹരിയും ഹരനും നിലകൊള്ളുന്ന ഒരു അപൂർവ ക്ഷേത്രമാണത്. അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.